നമസ്കാരം. റഹീമിക്ക ഒരു പ്രയോജനവുമില്ലാതെ കർണാടകയിൽ ചെന്ന് പൊട്ട ഇംഗ്ലീഷ് സംസാരിച്ച് തേഞ്ഞ് എയറിൽ കയറിയിട്ട് അധികം ദിവസങ്ങളായില്ല. ആരും അത് മറക്കാറായിട്ടുമില്ല. അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന പ്രകടനമായിരുന്നില്ലല്ലോ അല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിന പരിപാടികൾ വളരെ ഗംഭീരമായിട്ട് തന്നെ നമ്മുടെ രാജ്യം ആഘോഷിച്ചു. ഈ ആഘോഷങ്ങൾക്കിടയിലും ചിരിക്കാൻ പറ്റാത്ത ഒരേ ഒരു മുഖം ഭാരതത്തിൽ അവശേഷിക്കുന്നു. അത് നമ്മുടെ റഹീമിക്കയുടേതാണ്. ദുഃഖിക്കുന്ന ജനങ്ങൾ ഭാരതത്തിൽ ഉള്ളിടത്തോളം കാലം തനിക്ക് സന്തോഷിക്കാനാവില്ല, തനിക്ക് ബിരിയാണി കഴിക്കാനാവില്ല, തനിക്ക് ചിരിക്കാനാകില്ല, കിടന്നുറങ്ങാനാകില്ല എന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നാട്ടുകാരെ അറിയിക്കാൻ തുനിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. ഇയാളുടെയൊക്കെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഒരു വീഡിയോയ്ക്ക് വിഷയമാകേണ്ടതുണ്ടോ ശീതൾ എന്ന് സംശയിക്കുന്നവർക്ക് മറുപടി തരാം. ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. നീതിയുടെ സൂര്യൻ ഉദിക്കേണ്ട റിപ്പബ്ലിക് ദിനത്തിൽ നീതിക്കായി കാത്തിരിക്കുകയാണ് ആ പാവങ്ങൾ. എവിടെ? കർണാടകയിൽ. നമ്മൾ ഇന്ന് അവർക്കായി സംസാരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന മനുഷ്യർ എന്താണ് ഉള്ളിൽ ആഗ്രഹിക്കുന്നത് എന്ന് അവർ പറയാതെ തന്നെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രതികരിക്കാൻ ഒരുമ്പെട്ടിറങ്ങുന്ന ഒരേ ഒരു ഭാരതീയനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇന്ന് ജനുവരി 26 ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യ അതിൻ്റെ 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ കൈകളാൽ ത്രിവർണ്ണ പതാക വാനോളം ഉയരുമ്പോൾ ഓരോ ഇന്ത്യക്കാരൻ്റെയും ഉള്ളിൽ അഭിമാനത്തിൻ്റെ തിരയിളക്കമുണ്ടാകും. മോശമില്ലല്ലോ. എന്നാൽ ആഘോഷങ്ങളുടെ പകിട്ടിനിടയിൽ മറന്നുപോകുന്ന ചില മനുഷ്യരുണ്ട്. രാജ്യതലസ്ഥാനത്ത് നിന്ന് ഏതാണ്ട് 2100 കിലോമീറ്റർ അകലെ ബംഗളൂരുവിൽ ഹൃദയഭേദകമായ മറ്റൊരു കാഴ്ചയുണ്ട്. അധികാരത്തിന്റെ ബുൾഡോസറുകൾ ഇടിച്ചു നിരത്തിയ മൺകൂനകൾക്ക് മുകളിൽ നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ കഷണങ്ങൾ പെറുക്കിക്കൂട്ടി കാത്തിരിക്കുന്ന നിസ്സഹായരായി പോയ ഒരു കൂട്ടം മനുഷ്യർ. പാർശ്വവൽക്കരിക്കപ്പെട്ടവർ. അവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന ഏക സമ്പാദ്യം അവരുടെ തലചായ്ക്കാനുള്ള ആ ഇടമായിരുന്നു. അവർക്ക് തലചായ്ക്കാൻ അവർ ഇടം കണ്ടെത്തിയത് എവിടെയാണ് എന്നുള്ള കാര്യം അണ്ണൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പ്രതിപാദിക്കുന്നില്ല. വൈകാരികതയ്ക്കിടയിൽ ഞാൻ മറ്റൊന്നും ഉൾപ്പെടുത്തുന്നില്ല. നീതിയുടെ സൂര്യൻ ഉദിക്കേണ്ട റിപ്പബ്ലിക് ദിനത്തിലും ഭരണകൂടത്തിൻ്റെ കനിവിനായി കാത്തിരിക്കുകയാണ് ആ പാവങ്ങൾ. നരേന്ദ്രമോദി എങ്ങാനും ഈ ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാൻ ഇടയായാൽ ഒരു വർഷത്തേക്ക് നിന്ന് കരയാൻ ഇത് മതി. അവർക്ക് വേണ്ടി വിശ്രമമില്ലാതെ പോരാടുന്ന സംഗമ എന്ന സന്നദ്ധ സംഘടനയുടെ പോരാട്ടങ്ങൾക്കൊപ്പം ഞാനും ചേരുകയാണ്. അടച്ചുപിടിച്ച ഭരണകൂടത്തിന്റെ കാതുകൾ തുറക്കാൻ ഈ നിശബ്ദരായ മനുഷ്യർക്ക് വേണ്ടി നമ്മൾ ശബ്ദമുയർത്തിയേ തീരൂ. ഈ മനുഷ്യർക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഹാഷ്ടാഗ് ക്യാമ്പയിന്റെ ഭാഗമാവുകയാണ് ഞാനും. നിങ്ങളും ഈ പോരാട്ടത്തിൽ പങ്കുചേരാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ കൊകിലു കൂകു എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ച് നിസ്സഹായരായ മനുഷ്യർക്ക് നമുക്ക് നീതി ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് അണ്ണൻ പറയുന്നത്. ഏറ്റവും അവസാനം ഏതായാലും എവർക്കും ഹൃദയം നിറഞ്ഞ ഒരു റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നിട്ടുണ്ട് കേട്ടോ. കൂടെ എല്ലാവരുടെയും മനസ്സലിയിക്കുന്ന കൊച്ചുകുട്ടികൾ ഉൾപ്പെടുന്ന ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് വിഷയമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ബാംഗ്ലൂരുവിൽ ഒരു വിഭാഗം ജനങ്ങൾ അനധികൃതമായി സർക്കാരിൻ്റെ ഭൂമി കയ്യേറി ഒരു കാരണവശാലും കുടിലുകൾ പോലും ഉണ്ടാക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലത്ത്, അപകടം നിറഞ്ഞ ഒരു സ്ഥലത്ത് ചെറിയ ചെറിയ വീടുകളൊക്കെ വെച്ച് അവരവിടെ കുടിയേറി പാർത്തു. അത് ഒഴിപ്പിക്കേണ്ടത് സർക്കാരിൻ്റെ ആവശ്യമായിരുന്നു. അത് കൃത്യമായിട്ട് നിയമപരമായിട്ട് തന്നെയാണ് അവിടുത്തെ സർക്കാർ നീങ്ങിയത്. ഇവിടുത്തെ മുഖ്യമന്ത്രി, ലോക രാജ്യങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ലോക നേതാവായിട്ടുള്ള നമ്മുടെ കേരള മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ ഒരു ദാക്ഷിണ്യവുമില്ലാതെ അവിടുത്തെ അധികാരികൾ ആട്ടുകൊടുക്കുകയും ചെയ്തു. അതിനെല്ലാം കവച്ചു വെച്ചുകൊണ്ടാണ് റഹീമിക്ക അവിടെ പോയി പൊട്ട ഇംഗ്ലീഷ് പറഞ്ഞ് കാര്യങ്ങളെല്ലാം ഏകദേശം റെഡിയാക്കിയിട്ട് വന്നത്. അപ്പോൾ റഹീമിക്ക ഇത്രയും കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ഇത്രയും ദിവസങ്ങളായിട്ടും ദുഃഖിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. ആ ദുഃഖം റഹീമിക്കയിൽ നിന്നും വിട്ടുപോകുന്നില്ല. കേരളത്തിലുള്ള ജനങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് കുറേ ദുരന്തങ്ങൾക്ക്, പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയായിരുന്നു. ഒന്നുമില്ലാതെ ഉടുത്തിരുന്ന തുണിയോടുകൂടി തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരവസ്ഥയിലെത്തിയ ഒരുപാട് ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 2018 ആ വലിയ പ്രളയം, അതുമാത്രമല്ല വയനാട് ഉണ്ടായ ഉരുൾപൊട്ടൽ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉൾപ്പെടെ പണം പിരിക്കാൻ വേണ്ടി പല സംവിധാനങ്ങളും ഇവിടുത്തെ സർക്കാർ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു MP എന്ന നിലയിലോ അല്ലെ, വേണ്ട, വ്യക്തിപരമായിട്ട് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന ആളല്ലേ, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എത്ര രൂപ ആ ദുരിതാശ്വാസ നിധിയിലേക്ക് റഹീമിക്ക സംഭാവന ചെയ്തിട്ടുണ്ട്? പിന്നെ ആ മനുഷ്യരിപ്പോൾ അവർക്ക് നീതി കിട്ടിയില്ല, അവരുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ശേഷിച്ച ജീവിതവും കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ അവസ്ഥ എത്ര പ്രാവശ്യം നേരിൽ ചെന്ന് കണ്ടിട്ടുണ്ട്? അവരുടെയൊക്കെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണ്? അവരുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഏതവസ്ഥയിലാണ്?
രോഗികളായിട്ടുള്ളവർ ഇപ്പോൾ ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്? അവർക്ക് കിട്ടേണ്ട നീതി കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടോ? എല്ലാം പോട്ടെ, നമ്മുടെ മൂക്കിന് താഴെ വിളപ്പിൽ ശാലയിൽ ഒരു മനുഷ്യൻ അതികഠിനമായ ശ്വാസം മുട്ടലുമായിട്ട് ചെന്ന് ഒരു സർക്കാർ ആശുപത്രിയിൽ, പൈസ ഇല്ലാത്തവർക്ക് സർക്കാർ ആശുപത്രിയല്ലേ ഇപ്പോഴും നിലവിൽ മാർഗമുള്ളൂ. ചികിത്സ കിട്ടിയാലും മരിച്ചു പോയാലും ചികിത്സ തേടാൻ വേറെ ഓപ്ഷൻ ഇല്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലൊന്നും പോകാൻ നിങ്ങളുടെ അത്ര ശേഷിയുള്ള ആളുകളൊന്നുമല്ല കേരളത്തിലുള്ള ബാക്കിയുള്ള മനുഷ്യർ. അവരവിടെ ചെന്നപ്പോൾ ഒരു സെക്യൂരിറ്റിയുടെ നിയമനം പോലും അവിടെ ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് അവിടുത്തെ മെഡിക്കൽ ഓഫീസർ പറയുന്നത്. ആ ആശുപത്രിയും അവിടുത്തെ ഉണ്ടായിരുന്ന ജീവനക്കാരെ ഒന്നും ആരും തെറ്റു പറയുന്നില്ല. മിനിറ്റുകൾക്കുള്ളിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ഒരു സെക്യൂരിറ്റി സംവിധാനം, ഒരു എമർജൻസി മാനേജ്മെന്റ് സിസ്റ്റം ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അവിടെ ഒരു മനുഷ്യൻ കഷ്ടപ്പെടുകയല്ല, ഇല്ലാതായി. 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. 37 വയസ്സേ ഉള്ളായിരുന്നു ആ ചെറുപ്പക്കാരന്. ആ മരണത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? അതുപോലെ തന്നെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് എണ്ണം പറഞ്ഞ പ്രശ്നങ്ങൾ ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ അതിലൂടെയൊക്കെ ദുരിതം അനുഭവിക്കുന്ന മലയാളികളുടെ ദുഃഖം അങ്ങയുടെ കണ്ണിൽ പെടുന്നില്ലേ? അതോ ഭവാൻ ഇതൊന്നും അറിയുന്നില്ലേ? തിരുവനന്തപുരത്ത് അതും നിങ്ങളുടെ കാൽമുട്ടിന് താഴെ ആശാവർക്കർമാർ മാസങ്ങളോളം തലമുണ്ഡനം ചെയ്തും തിരുവോണ ദിവസം റോഡിൽ കഞ്ഞി വെച്ച് കുടിച്ചും ഒക്കെ പ്രതിഷേധിച്ചിരുന്നു. ജീവിക്കാൻ വേണ്ടിയാണ്, നിങ്ങളോടുള്ള ശത്രുത കൊണ്ടല്ല. ഒരു 100-200 രൂപയെങ്കിലും കൂട്ടിക്കൊടുത്താൽ അവർക്ക് മരുന്ന് വാങ്ങിക്കാം, അവരുടെ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കാം. അതിനുവേണ്ടി സർവ്വസാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, നിങ്ങളുടെ ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട സർവേകൾ ഉൾപ്പെടെ സകല പണികളും എപ്പോൾ പറഞ്ഞാലും ഒരു മടിയുമില്ലാതെ ചെയ്യുന്ന ആശാവർക്കർമാർ, അവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ കൊറോണയൊക്കെ എങ്ങനെ അതിജീവിച്ചേനെ നമ്മൾ. നമ്പർ 1 എന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങളുടെ നാക്കിന് ഊർജം തന്ന ആളുകളിൽ പ്രധാനികളാണ് ആശാവർക്കർമാർ എന്ന് നിങ്ങൾ മറന്നു. അപ്പോൾ അവരുടെ ദുരിതമൊന്നും അങ്ങയുടെ മനസ്സിന് ഏറ്റില്ലേ? ഇതെല്ലാം പോട്ടെ, നിങ്ങളുടെ സ്വന്തം രക്തസാക്ഷികളെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച്, അവരെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി നാട് നീളെ ബക്കറ്റുമായിട്ട് നടന്ന് നിങ്ങൾ പിരിച്ചു. ആ പിരിവെടുത്ത പണം നിങ്ങൾ മുക്കി നക്കിയെന്ന് നിങ്ങളുടെ കൂടെ തന്നെ പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച മുതിർന്ന ഒരു സഖാവ് വെളിപ്പെടുത്തിയപ്പോൾ ആ വെളിപ്പെടുത്തിയ ആളെ പുറത്താക്കിക്കൊണ്ടാണ് നിങ്ങളതിന് മറുപടി കൊടുത്തത്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ മറുപടിയൊന്നുമില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം രാകേഷ് സഖാവ് പ്രസ് മീറ്റിലിരുന്ന് ഒരു എളുപ്പമില്ലാതെ പറയുന്നത് കേട്ടു. ഞങ്ങളുടെ പാർട്ടി പിരിക്കുന്ന പണത്തിൻ്റെ കണക്ക് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ തന്നെയാണ് ഞങ്ങളത് കൃത്യമായിട്ട് ബോധിപ്പിക്കാറുള്ളത്. അപ്പോൾ പിന്നെ ഇനി പാർട്ടി അംഗങ്ങളിൽ നിന്ന് മാത്രം പിരിവെടുത്താൽ മതി, നാട്ടുകാരുടെ അടുത്തേക്ക് ഒരു തരത്തിലുമുള്ള പിരിവിന് ബക്കറ്റുമായിട്ട് നിങ്ങൾ ചെല്ലണ്ട. ഇതൊക്കെ റഹീമിക്കയുടെ ഈ അവസരത്തിൽ പറയുന്നത് മനസാക്ഷിയുള്ള ഒരേ ഒരു സഖാവല്ലേ? മറ്റുള്ളവരുടെ ദുഃഖം കണ്ട് സഹിക്കാൻ കഴിയാതെ ദിവസങ്ങളോളം കുത്തിയിരുന്ന് കരയുന്ന ഒരേ ഒരു സഖാവല്ലേ? കിലോമീറ്ററുകൾക്ക് അപ്പുറം പോയി ദുഃഖിതരും പീഡിതരുമായിട്ടുള്ള മനുഷ്യർക്ക് ആശ്വാസം കണ്ടെത്തുന്ന ഒരേ ഒരു സഖാവല്ലേ? അതുകൊണ്ടാണ്. അപ്പോൾ പുറത്താക്കിയ സഖാവിനോട് നിങ്ങൾ കാണിച്ച നീതികേട്, ആ രക്തസാക്ഷികളുടെ ചോരയോട് നിങ്ങൾ കാണിച്ച നീതികേട്, ആ രക്തസാക്ഷികളുടെ കുടുംബങ്ങളോട് നിങ്ങൾ കാണിച്ച നീതികേട്, ഇതെല്ലാം അവിടുത്തെ ശ്രദ്ധയിലൊന്ന് പെടുത്തുകയാണ്. ഇത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടി വരുന്നത് അങ്ങ് കേരളത്തിന് വെളിയിലുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ സമയവും മുഴുകിയിരിക്കുന്നത്, ശ്രദ്ധ ചെലവാക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കേരളത്തിലെ കാര്യങ്ങളും കൂടി ഒന്ന് അറിഞ്ഞിരുന്നാൽ അവർക്ക് വേണ്ടി കൂടി അങ്ങേക്ക് കരയാമല്ലോ. അതോ ഇക്കയ്ക്ക് പ്രതികരിക്കണമെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനം തന്നെ ആകണം എന്ന് നിർബന്ധമുണ്ടോ? നിങ്ങൾ ഭരിക്കുന്ന ഇടത്ത് ആര് മരിച്ചാലും, ആര് കിടന്നിഴഞ്ഞാലും, ആര് പുഴുത്ത് നരകിച്ചാലും അത് നിങ്ങൾക്ക് പ്രശ്നമല്ലേ? അപ്പോൾ ഇക്കയുടെ പ്രധാന അസുഖം മനുഷ്യനോടുള്ള അടങ്ങാത്ത ഒരു സഹജീവി സ്നേഹമാണോ, രാഷ്ട്രീയ മുതലെടുപ്പാണോ? ശരി, രാജ്യത്ത് എവിടെയായിരുന്നാലും അല്ലെങ്കിൽ ലോകത്ത് എവിടെയാണെങ്കിലും മനുഷ്യരുടെ ദുരിതം തന്നെയാണ്, കണ്ണുനീർ തന്നെയാണ്. അതിനുവേണ്ടി പ്രതികരിക്കണം, അതൊക്കെ നല്ല കാര്യം തന്നെ. നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഭാഷ കയ്യിലുണ്ടോ? മലയാളത്തിലെങ്കിലും കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ഇംഗ്ലീഷിനെ വിമർശിച്ചവരോട് പ്രതികരിച്ചതൊക്കെ ഇവിടെ കേട്ടായിരുന്നു. ഈ കൃത്യമായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന എത്ര പേര് അവിടെ ചെന്ന് സംസാരിച്ചു അവർക്ക് വേണ്ടി എന്ന് ചോദിച്ചു. അവർക്ക് വേണ്ടി സംസാരിക്കാൻ, അവരുടെ കാര്യങ്ങൾ നോക്കാൻ അവിടെ ഒരു സർക്കാരുണ്ട്, അവിടെ പ്രത്യേകം സംഘടനകളുണ്ട്, കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന മനുഷ്യർ അവിടെയുണ്ട്. നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ പരിഹരിച്ചിട്ടാണോ അങ്ങോട്ട് പോയത്? അവിടെ ചെന്ന് നിങ്ങൾ സംസാരിച്ചിട്ട് 1% പ്രയോജനം ആ പാവങ്ങൾക്കുണ്ടായോ? അവരുടെ നടുക്കിരുന്ന പല പോസിലുള്ള ഫോട്ടോകൾ നിങ്ങളുടെ പ്രൊഫൈലിൽ പങ്കുവെച്ച് ഒരു മുതലെടുപ്പിന് ശ്രമിക്കുകയായിരുന്നു എന്നതല്ലാതെ എന്തെങ്കിലും ആത്മാർത്ഥത നിങ്ങളുടെ ആ പോക്കിലോ ആ പൊട്ട ഇംഗ്ലീഷ് പറച്ചിലിലോ ഉണ്ടായിരുന്നോ? മുനമ്പത്ത് 10-60 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഇവിടെ അരങ്ങേറിയപ്പോൾ അണ്ണൻ്റെ ശബ്ദമേ ഉയർന്നു കേട്ടില്ലല്ലോ, ഒരു പോസ്റ്റ് പോലും സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലല്ലോ.
ഈ പോസ്റ്റ് ഇടുന്ന സമയത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാനോ ആരുടെയെങ്കിലും ഒരാളുടെ ജീവിതം രക്ഷപ്പെടുത്താനോ ഉതകുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? സ്വയം കോമാളി വേഷം കെട്ടുകയല്ലേ? നിങ്ങളുടെ പൊസിഷൻ എന്താണ്? നിങ്ങൾ പറയുന്നതിനെക്കുറിച്ച് ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് വേണ്ടേ? ഒരു കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് വേണ്ടേ? അയ്യപ്പൻ്റെ സ്വർണം കട്ടവന്മാർ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടെ തുടരുമ്പോഴും രക്തസാക്ഷി ഫണ്ട് മുക്കി എന്നുള്ള വിവരം പുറം ലോകത്തെ അറിയിച്ച മനുഷ്യനെ പുറത്താക്കിയ നിങ്ങളുടെ ഇരട്ടത്താപ്പ്, ആ വിഷയത്തെക്കുറിച്ച് കൂടിയൊക്കെ റിപ്പബ്ലിക് ദിനത്തിൽ വാചാലനാകാമായിരുന്നു. ഏതായാലും ഇന്ത്യ 77ാം റിപ്പബ്ലിക് ആഘോഷിച്ച ആ വേളയിൽ, ഭാരതീയരെല്ലാം സന്തോഷത്തോടെ ആഘോഷിച്ച ആ വേളയിൽ ഈ ഒരു സംഭവം ചൂണ്ടിക്കാട്ടി ആ ആഘോഷത്തിന്റെ പകിട്ട് കുറയ്ക്കാനാകുമോ എന്ന് അങ്ങ് നടത്തിയ ശ്രമത്തെ അഭിനന്ദിക്കുന്നു. ഒരു ഭാരതീയനെ കൊണ്ടും കഴിയാത്ത ഒരു കാര്യമായിരുന്നു അത്. അപ്പോൾ സമയം കിട്ടുമ്പോൾ അതിദരിദ്രരില്ലാത്ത കേരളത്തിലൂടെ, കേരളത്തിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെയൊക്കെ ഇറങ്ങിയൊന്ന് നടക്കണം. ഒരുപക്ഷെ കൊടും തണുപ്പിൽ നല്ലൊരു കൂര പോലും തലചായ്ക്കാനില്ലാതെ, കടത്തിണ്ണകളിൽ നല്ലൊരു പുതപ്പ് പോലും ഇല്ലാതെ കിടുകിടാ വിറയ്ക്കുന്ന മനുഷ്യജന്മങ്ങളെ ഇവിടെയും ചിലപ്പോൾ ഇക്കയ്ക്ക് കാണാൻ കഴിഞ്ഞേക്കാം.